ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വയം രസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. സാർ, താങ്കളെ രസിക്കുന്ന കാര്യം സത്യമാണ്. ഈ ഗുണം താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടോ അതോ അതിനുശേഷം വന്നോ? ഞാൻ എന്നെ രസിച്ചില്ലെങ്കിൽ വേറെ ആരാണ് രസിക്കുക? ഞാൻ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലർക്കിന്റെ മകനാണ്. 37 രൂപയും എടുത്തുകൊണ്ടാണ് ഞാൻ ബോംബെയിലേക്ക് വന്നത്. ഇന്ന് ആപ്കി അദാലത്തിലേക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ എന്നെ രസിച്ചുകൂടാ? രസിക്കുന്നതിന് ഇതാണ് ഉദാഹരണം. നല്ല കാര്യമല്ലോ. ചില സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കും. അതായത് 22 വർഷം മുമ്പ് താങ്കൾ ഒരു പടം ഡയറക്റ്റ് ചെയ്തു. അതെ, അത് ഫ്ലോപ്പായി. എവിടുന്ന് എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? നിങ്ങൾ ആള് ഭയങ്കരനാ. നിങ്ങൾ വലിയ ആള് തന്നെ. പിന്നെ താങ്കൾ വീണ്ടും ഡയറക്ടറായി മറ്റൊരു പടം ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഓം ജയ് ജഗദീഷ് ഡയറക്റ്റ് ചെയ്തപ്പോ അത് ഞാൻ എഴുതിയ കഥയായിരുന്നില്ല. ആ കഥ വേറൊരാളുടേതായിരുന്നു. അപ്പൊ ഞാൻ ബിസി ആക്ടറായിരുന്നു. അപ്പോ എനിക്ക് ബാസു ബഗ്നങ്ജി ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. ആ പടത്തിൽ അനിൽ കപൂർ, ഫർദീൻ ഖാൻ ഉണ്ടായിരുന്നു, അഭിഷേക് ബച്ചൻ ഉണ്ടായിരുന്നു, ഓം പുരി, മഹിമ ചൗധരി, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് കഴിയും വിധം അത് വളരെ നന്നായി തന്നെ ഡയറക്റ്റ് ചെയ്തു. ബോക്സ് ഓഫീസിൽ അത് ഓടിയില്ല, പക്ഷെ അത് ടെലിവിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും ഹിറ്റാണ്. പിന്നെ എന്റെ കയ്യിൽ വേറെ കഥകളൊന്നും ഉണ്ടായിരുന്നില്ല. ആസ് എൻ ആക്ടർ എന്റെ ജോലി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കഥ അന്വേഷിക്കുകയായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്തു. 4 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയുള്ള ഒരു കഥ എനിക്ക് കിട്ടി. എൻ്റെ ജ്യേഷ്ഠത്തിയമ്മയുടെ മോളുണ്ട്. അവളുടെ പേര് തൻവി. അവൾ ആർട്ടിസ്റ്റിക് ആണ്. അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ ഗുർഗാവിൽ എൻ്റെ ബ്രദർ രാജുവിന്റെ മോളുടെ കല്യാണത്തിൽ നൃത്തം ചെയ്ത് ആഘോഷിക്കുകയായിരുന്നു. പാടിക്കൊണ്ടിരുന്നു, ഭക്ഷണം കഴിച്ചു, ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ ഈ 13 വയസ്സ് ആർട്ടിസ്റ്റിക് പെണ്ണ് മലയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ചെന്ന്, തൻവി മോൾ എന്താ നോക്കുന്നത്? അവൾ തിരിഞ്ഞുപോലും നോക്കാതെ ഞാൻ എന്റെ ലോകം നോക്കുകയാണ്. എനിക്ക് ഷോക്കായിപ്പോയി. ഞാൻ ചിന്തിച്ചത്, ഷീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. 13 വയസ്സുള്ള പെൺകുട്ടിയുടെ ലോകം എങ്ങനെ ഉണ്ടായിരിക്കും? ബിക്കോസ് ഓഫ് ആർട്ടിസ്റ്റിക്. എനിക്കെന്നെ അത് മനസ്സിലായില്ലെങ്കിൽ അവൾ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അവിടുന്ന് ഒരു വിത്തിട്ടു, തൻവി ദ ഗ്രേറ്റ് എന്ന്. എന്റെ പടം വരാൻ പോകുന്നു 18th ജൂലൈയിൽ. ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ലോകത്തോട് ആ പടത്തിലൂടെ ഒരു നല്ല കാര്യം പറയണം എന്നായിരുന്നു. നമ്മുടെ നാട്ടിൽ ഗുഡ്നസ്, ഐറോണിക്കലി, ഇറ്റ്സ് ഓൺലി ഇൻ ആർട്ടിസ്റ്റിക് പീപ്പിൾ. ആർട്ടിസ്റ്റിക് പീപ്പിളിന് മനസ്സിൽ കള്ളം, കപടമില്ലാത്തവരായിരിക്കും. നല്ലത് മാത്രമേ വിശ്വസിക്കൂ. അതായത് എന്റർടൈൻമെന്റ്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു സബ്ജക്ട് സിനിമയാക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾ എന്ത് കരുതുന്നു വെച്ചാൽ ഇത് വളരെ ദുഃഖകരമായ സാഡായിട്ടുള്ള ഫിലിമാണ്. അല്ലല്ല, ഇതിൽ 8 പാട്ടുണ്ട്. 2 ഓസ്കർ വിന്നേഴ്സ് ഉണ്ട്. ഒന്ന് MM കരീബ് സാബ്. അദ്ദേഹമാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തത്. അദ്ദേഹത്തിന് നാട്ടിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് റെക്കോർഡിസ്റ്റ് റസൂൽ പൂക്കിറ്റിജി, സ്ലം ഡോഗിന് അദ്ദേഹത്തിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പടമാണ്. കാരണം എന്നെ അപേക്ഷിച്ചിടത്തോളം തൻവി ആ പടത്തിൽ സുഭാംഗി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അത് സൂപ്പർ പവറാണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നമ്മളെ വ്യത്യസ്തരായിട്ട് കാണും. കാരണം നമ്മളാണ് മാനിപ്പുലേറ്റ് ചെയ്യുക, നമ്മളാണ് മേലെയും താഴെയും നോക്കുക. ഇറ്റ്സ് എ ലൈഫ് വിച്ച് സെലിബ്രേറ്റ്സ് ലൈഫ്. അത് ഒരു പെണ്ണിന്റെ കഥയാണ്. ആർട്ടിസ്റ്റിക് പെണ്ണ് ആർമി കുടുംബത്തിലുള്ളവരാണ്. ഒരു ദിവസം അവൾ അപ്പൂപ്പനോട് പറയുന്നു, എനിക്കും ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന്. ഇറ്റ്സ് വെരി ഇൻസ്പിറേഷണൽ, ഇറ്റ്സ് വെരി മൂവിങ്. തൻവി ഭയങ്കര കുസൃതിയാണ്. ഷീ ഈസ് വെരി ഹിലാരിയസ്. തൻവി ഇറ്റ്സ് എ ഗ്രേറ്റ് സിംഗർ. ഞങ്ങൾക്ക് അതിന്റെ റെസ്പോൺസ് ലഭിച്ചു. ഞങ്ങൾ ഈ പടം ആദ്യം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തു. സ്റ്റാൻഡിംഗ് ഒവേഷൻ. ലണ്ടൻ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ന്യൂയോർക്ക് സ്റ്റാൻഡിംഗ് ഒവേഷൻ പ്ലസ് മൈ ഫ്രണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടർ റോബർട്ട് ഡെനീറോ വന്നിരുന്നു പടം കാണാൻ. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു, ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. 10 മിനിറ്റ് ഇന്റർവെൽ വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതാദ്യം ഇന്ത്യയിൽ എവിടെ സ്ക്രീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ സ്ക്രീൻ ചെയ്തു. 2500 കാഡറ്റ്സ് വന്നിരുന്നു. ആർമിയിൽ പിന്നെ ഓഫീസേഴ്സ് ആകാൻ പോകുന്നവർ. അവരും സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. സദേൺ കമാൻഡ്. ഞങ്ങൾ ആർമി ചീഫിന് ഈ പടം ഇട്ട് കാണിച്ചു. ആർമിയിലെ വലിയ വലിയ ജനറൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എൻലെസ് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു. ഇതൊരു അത്ഭുതകരമായ പടം എന്നുള്ളത് കൊണ്ടല്ല, വളരെ നല്ല പടമാണ്. കാരണം നല്ല കാര്യങ്ങളെ അറിയൂ. നിങ്ങൾക്കുള്ളിലെ നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവരും. കാരണം ഇറ്റ്സ് എ ഫിലിം മെയ്ഡ് ഫ്രം ദ ഹാർട്ട് ഫോർ ദ പീപ്പിൾ ഹൂ ഹാവ് ഹാർട്ട്. ഇഫ് ദ ഫിലിം ഫ്രം ഇന്ത്യ ഫോർ ദ വേൾഡ്. ഇത് റിലീസാൻ പോകുന്നു. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ഓഡിയൻസായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പടം വരുന്നില്ല എന്ന് പറയും. അതെ സാർ, ഞാൻ ആ സിനിമ കണ്ടിരുന്നു.
അതോടൊപ്പം അത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അത് മാത്രമല്ല നമ്മുടെ പട്ടാളത്തിന്റെ ശക്തിയാണ് അത് കാണിക്കുന്നത്. വളരെ നല്ല സിനിമയാണ്. ഈ സിനിമ എടുക്കാൻ താങ്കൾ ശരിക്കും ബുദ്ധിമുട്ടിയെന്നാണ് ഞാൻ അറിയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓൾ അഗൻസ്റ്റ് ഓഡ്സ്. 50 കോടിയിൽ എടുത്തതാ. മാത്രമല്ല എൻ്റെ ഒരു ഫിനാൻഷ്യർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു 25 കോടി ഞാൻ തരാം, 25 കോടി മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഷൂട്ടിങ്ങിന് 1 മാസത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ ഏർപ്പാടാക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ആളുകൾ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പടം ഇപ്പം എടുത്തില്ലെങ്കിൽ എപ്പോഴും എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, അമേരിക്കയിൽ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ഡൽഹിയിലുണ്ട്, അവിടെയുടെയൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരോടും ഞാൻ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമോ തരൂ. അതുകൊണ്ട് ഈ പടത്തിന് 9 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, 9 കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൽ എൻ്റെ എല്ലാ ആർട്ടിസ്റ്റും, പ്രധാനപ്പെട്ട 4 ആർട്ടിസ്റ്റുകളുണ്ട്. ജാക്കി ഷറാഫ് ജി, ബൊമനി റാണി ജി, പല്ലവി, അരവിന്ദ് സ്വാമി. അവർക്കൊന്നും ഞാൻ കാശ് കൊടുത്തില്ല, നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു അതിൽ ആക്ടർ സുബാംഗി വളരെ മനോഹരമായി ആക്ട് ചെയ്തിട്ടുണ്ട്. അവരെ എങ്ങനെയാണ് താങ്കൾക്ക് ലഭിച്ചത്? അവരെന്റെ ആക്ടിംഗ് സ്കൂളിലുണ്ടായിരുന്നു. ഞാനൊരു പുതിയ ആക്ട്രസിനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. ബിക്കോസ് സാരാംശിൽ ഒരടയാളവും ഇല്ലാത്ത പോലെ ജനങ്ങൾ അതൊരു വയസ്സായ ആളുടെ കഥയാണെന്ന് വിചാരിച്ചു. തൻവി ദ ഗ്രേറ്റ് പടത്തിൽ സുബാംഗി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തു. അവള് ക്ലാസ് റൂമിൽ വെച്ചാണ് സെലക്ട് ചെയ്തത്. കാരണം ഞാൻ മാസ്റ്റർ ക്ലാസ് എടുക്കും, അതിൽ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവർക്കൊരു എക്സസൈസും ഞാൻ നൽകും. അതായത് അമ്മയുടെ വയറ്റിനുള്ളിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാകും, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ. ഞാനത് ഷൂട്ട് ചെയ്യും. ആ സമയത്ത് സുഭാംഗിയുടെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ എനിക്ക് തോന്നി എങ്ങനെ ഇവളിത് ക്യാപ്ചർ ചെയ്തു. അത് പറയുന്നത് അവര് താങ്കളുടെ ആക്ടിംഗ് സ്കൂളിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നാണ്. അപ്പോ ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ആക്ടിംഗ്? തീർച്ചയായും പഠിപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും. ആരെങ്കിലും ഒരാൾ, നിങ്ങൾ വരൂ, നിങ്ങൾ 2 പേരും വരൂ, നിങ്ങളും വരൂ. നിങ്ങൾ ഇതിനു മുൻപ് അഭിനയിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ 2 പേരും വരൂ. എനിക്ക് പുറത്തേക്ക് പോകാമോ? വരൂ സർ, പ്ലീസ്. ആക്ടിംഗ് പഠിപ്പിച്ചു കൊടുക്കാം സാർ. പഠിക്കാത്തവർ എന്തു പറയുന്നു വെച്ചാൽ, ആക്ടിംഗ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ പേരെന്താ? ഗുണ. അതെ സർ. നിങ്ങളുടെ പേര്? അതിഥി ഗുണ. അതെ സർ. ഇവരിതുവരെ അഭിനയിച്ചിട്ടില്ല അല്ലേ? നിങ്ങളും അഭിനയിച്ചിട്ടില്ല? ഇല്ല സർ. കണ്ടിട്ടുണ്ടല്ലേ? ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, मेरे पास जितने पैसे थे मैंने तुम्हें दे दिए, अब कुछ नहीं बचा. നിങ്ങളുടെ ഡയലോഗ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. मुझे उससे कोई मतलब नहीं, मुझे पूरे पैसे वापस चाहिए. मुझे उससे कोई मतलब नहीं, मुझे पूरे पैसे चाहिए. നിങ്ങളുടെ ഡയലോഗ് എന്താ? मेरे पास जितने पैसे थे वो. ഇപ്പൊ 2 പേരും സീരിയസ് ആയിരിക്കൂ. കണ്ണടയ്ക്കൂ. സാബാഷ്. ഡയലോഗിൽ ദേഷ്യമുണ്ട്. നിങ്ങൾ ദേഷ്യത്തോടെ പറയണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചിരി വരുന്നതെന്ന് വെച്ചാൽ, ചിരി വരുന്നതിനുള്ള കാരണം നിങ്ങൾ നാണിക്കുന്നു എന്നാണ് അർത്ഥം. യു ആർ ഓക്വേർഡ്. ഡോണ്ട് ബി ഓക്വേർഡ്. ആക്ടിംഗ് ക്യാൻ ബി ടോട്ട്. രജിത് സാർ എന്നോട് ചാലഞ്ച് ചെയ്തിരിക്കുക. ഇപ്പൊ എന്റെ മാനം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ സർ. ഓക്കെ, ഒരു പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യൂ. ഡയലോഗ് പറയൂ. मेरे पास जितने भी पैसे थे वो तुम्हें दे दिए, अभी मेरे पास कुछ नहीं बचा है. मुझे कुछ नहीं पता, मुझे मेरे पैसे वापस. ശരി, ഇപ്പൊ ചിരിക്കാതെ പറയൂ. സീരിയസ് ആയിട്ട് പറയൂ. ചിരിക്കാതെ പറയൂ. ആൻഡ് ഐ എം സീരിയസ് അബൌട്ട് ഇറ്റ്. വെൻ ഐ എം എ ടീച്ചർ എനിക്ക് ലീനിയന്റ് ആയിരിക്കാൻ പറ്റില്ല. കം ഓൺ. मेरे पास जितना भी पैसे ചിരിക്കാതെ ഡയലോഗ് പറയൂ. मेरे पास जितना भी पैसे थे तुम्हें दे दिए, अभी कुछ नहीं बचा है मेरे पास. ഇപ്പൊ നീ പറയൂ. मुझे कुछ नहीं पता, मुझे मेरे पैसे वापस. ഒരിക്കൽ കൂടി. मेरे पास जितने भी पैसे हैं तुम्हें दे दिए, अभी അടുത്തേക്ക് വരൂ. कुछ नहीं बचा है. मुझे कुछ नहीं पता, मुझे मेरे पैसे वापस चाहिए. मेरे पास जितने भी ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതിനു ശേഷം 5 തലമുറയ്ക്ക് ഇവർ ഈ ഡയലോഗ് സംസാരിക്കും. ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം അനുപം ഖേർ ആപ്കി അദാലത്തിൽ എനിക്ക് ഡയലോഗ് പറഞ്ഞു തന്നു എന്ന് പറയും. പലരും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അനുപം ഖേർ സിനിമകളിൽ ചിരിക്കുമ്പോൾ പറയും, വില്ലനായിട്ടുള്ള സമയത്ത് ചിരിക്കുന്ന സ്റ്റൈൽ വേറെ, ഒരു പണക്കാരനെ പോലെ ചിരിക്കുമ്പോൾ ആ ചിരി വേറെ രീതിയിലുണ്ട്. എങ്ങനെയാണ് ഈ ചിരിയുടെ സ്റ്റൈൽ മാറുന്നത്? അതായത് ഇതും ഒരു ലെസൺ ആണോ? ഈ ചിരി വന്ന് വളരെ പ്രയാസമുള്ള കാര്യമാണ് രജിത് സാബ്. വളരെ ഡിഫിക്കൽട്ട്. ഈ ഇമോഷനിൽ കരയുന്നത് എളുപ്പമാണ്.
കാരണം നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ട്രാജഡി ഉണ്ടാകും, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അതുകൊണ്ട് കരച്ചിൽ താനെ വരും. ഈ ചിരി എന്ന് പറയുന്നത് ഫിസിക്കലാണ്. കാരണം ചിരി എന്ന് പറയുന്നത് ശ്വാസവുമായി കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഒരു 150-200 പേര് ഇവിടെ കാണും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചിരിക്കാം. രജിത് സാർ, നിങ്ങളുടെ പെർമിഷൻ വേണം. ജഡ്ജ് സാർ, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. We will all breathe. പിന്നെ എന്റെ വിരലിലേക്ക് നോക്കൂ. 2 കാണിച്ച 2 പ്രാവശ്യം ചെയ്യണം. ഹാ ഹാ എന്ന് ചെയ്യണം. ഓക്കെ ആണോ? പിന്നെ ഇങ്ങനെ കാണിച്ച ഹാ ഹാ ഹാ. ഓക്കെ? Breathe in. 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 കാലക്കി. താങ്കൾ ഒരു നല്ല ആർട്ടിസ്റ്റ് മാത്രമല്ല, നല്ലൊരു ടീച്ചറും കൂടിയാണ്. താങ്ക് യു. താങ്ക് യു. സമയം കുറവാണ്. ശരി. പബ്ലിക്കിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിക്കൂ. മോദിജിയെ പറ്റി ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അഭിനയിക്കാൻ തയ്യാറാണോ? അദ്ദേഹത്തെ പോലെ തന്നെ ആക്ടിങ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് കിട്ടിയ തീർച്ചയായിട്ടും ഞാൻ ഭാഗ്യവാനായിരിക്കും. പക്ഷേ ഏത് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തി തയ്യാറായി അതിന് പ്രാധാന്യം നൽകണം. ഓൺ ദ സ്പോട്ട്. കാരണം ഓൺ ദി സ്പോട്ട് ഒരു കാരിക്കൾച്ചർ ആയിരിക്കും. ഞാൻ കാരിക്കൾച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മോഡിജിയുടെ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. മോഡിജി ഇതുവരെ ജീവിതത്തിൽ ഞാൻ ടയേർഡായി കണ്ടിട്ടേയില്ല. അതായത് 11 വർഷമായി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നു. അതിനു മുൻപ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. എത്ര ഫോട്ടോസ് ഉണ്ട്. ഒരു ഫോട്ടോയിൽ പോലും ടയേർഡായി കാണുന്നില്ല. അതെങ്ങനെ? ഒരു ഷോട്ടിൽ പോലും അങ്ങനെ കാണുന്നില്ല. സോ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഞാൻ ആ റോൾ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നന്നായി ചെയ്യും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ എനിക്ക് മാസങ്ങളാകും. ബട്ട് ഐ ലവ് ടു ഡു ദാറ്റ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ റോൾ താങ്കൾ ചെയ്തിരുന്നു. അതെ അതെ. അത് ശരിക്കും കഷ്ടമായ റോളായിരിക്കും അല്ലേ? ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ റോൾ ചെയ്യാൻ ഞാൻ 8 മാസം റിഹേഴ്സൽ ചെയ്തു. പക്ഷെ നമ്മുടെ ജനങ്ങളൊക്കെ വ്യത്യസ്തരാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരു 5 ക്യാരക്ടേഴ്സ് അഭിനയത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു റോൾ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ഞാൻ മൻമോഹൻ സിംഗ് ആയിട്ട് അഭിനയിച്ചത്. അതിന് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ താങ്കൾ മൻമോഹൻ സിംഗിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ശബ്ദവും അതുപോലെ തന്നെ. അതെ അതെ. ആ ശബ്ദത്തിന് വേണ്ടി ഞാൻ 5 മാസം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സത്യമാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. യെസ്, തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ എനിക്ക് വരില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്. കാരണം അതൊരു നല്ല ആക്ടിംഗ് എക്സസൈസ് ആണ് അത് ചെയ്യാൻ. അവസാനമായി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, നിങ്ങളുടെ പടം വന്നല്ലോ സാർ, കാശ്മീരി ഫയൽസ്. അതെ. അത് പലരും പറഞ്ഞു അതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന്. പറയൂ. ഇതൊക്കെ വേണമെന്ന് വെച്ച് കുത്തി നിറച്ചതാണെന്ന്. നിങ്ങൾ ഇതിനെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? എന്റെ മനസ്സിലുള്ളത് പറയണമെങ്കിൽ അവരെ പോലെ വൃത്തികെട്ടവരായിട്ട് ആരുമില്ല. അതായത് കാശ്മീരി ഫയൽസിന് പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് പറഞ്ഞവര്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കാശ്മീരി ഫയൽസിൽ കാണിച്ചത് വെറും 10% മാത്രമാണ്. പക്ഷെ നടന്നതും ജനങ്ങൾ അനുഭവിച്ചതും അതിനേക്കാളും കൂടുതലാണ്. ബട്ട് താങ്ക്സ് ടു വിവേക് അഗ്നിഹോത്രി ആൻഡ് പല്ലവി. അവരെ പടമെടുത്തു. ആ പടത്തിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും എന്റെ നന്ദി. 32 വർഷങ്ങളായി മറച്ചു വെക്കപ്പെട്ട ഒരു സംഭവം അത് ലോകത്തിന് മനസ്സിലായി. ഇന്ന് ആപ്കി അദാലത്തിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളത് എപ്പോഴും സംഭവിക്കും. നമ്മൾ ദൈവത്തോട് പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നു, വലിയ വലിയ ആളുകളെയും ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷേ അതായത് അവരെ പോലെ ഫ്രോഡുകൾ ഉള്ളപ്പോൾ നിങ്ങളെപ്പോലെ സത്യസന്ധരുമുണ്ട്. ആ പടത്തിന് നിങ്ങൾ സപ്പോർട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള പ്രേക്ഷകർക്ക്, ഇവിടെയുള്ള ഈ വ്യക്തികൾക്ക് താങ്കളുടെ സിനിമയുടെ മറ്റൊരു സീൻ കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം അത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറാൻ പോവുകയാണ്. പിന്നെ ഇവരൊക്കെ അത് കാണുമ്പോൾ അനുപം ഖേർ എങ്ങനെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. കണ്ടോളൂ.
ഇത് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. താങ്കളാലെ ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുമല്ലോ. ഗാന്ധിജിയെ നേരിട്ട് കണ്ട ഒരു ഫീലാണ് എനിക്കിത്. ഇത് വിവേക് അഗ്നിഹോത്രിയുടെ പടം ബംഗാൾ ഫയൽസ് ആണ്. അതിൽ ഞാൻ ഈ റോൾ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ആപ്കി അദാലത്തിലാണ് അത് റിവീലായിരിക്കുന്നത്. എനിക്ക് പല വർഷങ്ങളായിട്ട് ഒരു ആഗ്രഹമുണ്ട്, അതായത് തുടക്കം തൊട്ടേ. ബിക്കോസ് ഗാന്ധിജി എന്നത് ഏതൊരു ആക്ടർക്കാണെങ്കിലും അതൊരു ഡ്രീം റോളാണ്. മാത്രമല്ല ഈ റോളിന് വേണ്ടി ഞാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടിയിരുന്നു. ഞാൻ ഈ പടത്തിൻ്റെ പബ്ലിസിറ്റി നടക്കുമ്പോൾ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിത് പറയാം. ഞാൻ ഈ റോൾ ചെയ്യാനായി എൻ്റെ വെയിറ്റ് ലൂസ് ചെയ്തത് മാത്രമല്ല, ഞാൻ ഒരു വർഷം ആൾമോസ്റ്റ് ഇനിയുണ്ട്, 9th ഓഗസ്റ്റ് വരെ ഉണ്ട്. ഞാൻ നോൺ വെജിറ്റേറിയൻ നിർത്തി, ഡ്രിങ്ക്സ് എല്ലാം നിർത്തി. ഞാനത് മൊത്തത്തിലും ഉൾക്കൊള്ളണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി എനിക്കത് ഇഷ്ടമായിരുന്നു.